എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകർ കാത്തിരിക്കുന്ന 4 സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ ജനുവരി മാസം 23-ാം തീയതി കഴിഞ്ഞ വ്യാഴാഴ്ച തിയേറ്ററുകളിൽ റിലീസെത്തിയ നമ്മുടെ മെഗാസ്റ്റാറിന്റെ ഈ വർഷത്തെ ആദ്യത്തെ സിനിമ കൂടിയാണല്ലോ ഡൊമിനിക് ആൻഡ് ദി ലേഡി സ്പേസ്. GVMന്റെ സംവിധാനത്തിൽ മമ്മൂക്കയെ നായകനാക്കി തിയേറ്ററുകളിൽ റിലീസെത്തി പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം നേടി നിലവിൽ 2 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ട സിനിമ കൂടിയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡി സ്പേസ്. ഇപ്പോൾ ഇത് നാം കാത്തിരുന്ന 2 ദിവസത്തെ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തുവന്നിരിക്കുകയാണ്. ഒരിക്കൽ കൂടി ചിത്രത്തിന്റെ ആദ്യ ദിന കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിനം 1,85,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. വിദേശ രാജ്യങ്ങളിൽ നിന്നും മാത്രം ചിത്രം 1,92,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. നിലവിൽ ആദ്യ ദിനം കേരളത്തിനേക്കാൾ മികച്ച കളക്ഷനാണ് ചിത്രത്തിന് വിദേശ രാജ്യങ്ങളിൽ നിന്നും കിട്ടിയിരിക്കുന്നത്. അതോടൊപ്പം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും മാത്രം ചിത്രം 40 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. അങ്ങനെ ആദ്യ ദിനം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രം 4 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇനി ചിത്രത്തിന്റെ 2ാം ദിവസത്തെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ 2ാം ദിവസമായി ഇന്നലെ ചിത്രം 1 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 2,85,00,000 എത്തിയിരിക്കുകയാണ്. ഇതോടെ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ഡൊമിനിക് ആൻഡ് ദി ലേഡി സ്പേസ് എന്ന സിനിമയുടെ കേരള ഷെയർ കളക്ഷൻ 1 കോടിയും കടന്നിരിക്കുകയാണ്. അതോടൊപ്പം ചിത്രത്തിന്റെ 2 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 7.5 കോടി 8 കോടി റേഞ്ചിലാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ജനുവരി മാസം 9-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ആസിഫ് അലി നായകനെത്തിയ ഏറ്റവും പുതിയ മലയാളത്തിലെ ഇൻവെസ്റ്റിഗേഷൻ ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി ജോണർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണല്ലോ രേഖാചിത്രം. 2025 എന്ന ഈ വർഷത്തെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ സിനിമ കൂടിയാണ് രേഖാചിത്രം. നിലവിൽ 16 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമയുടെ 16-ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 35 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ആദ്യ 16 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 22 കോടി 80 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 16 ദിവസം കൊണ്ട് ചിത്രം 51 കോടി 80 ലക്ഷത്തിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ബേസിൽ ജോസഫിന്റെ ഈ വർഷത്തെ ആദ്യത്തെ സിനിമ കൂടിയാണല്ലോ പ്രാവീൺകുട് ഷാപ്പ്. ശ്രീരാജ് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ ബേസിൽ ജോസഫ്, സൗബിൻ ഷാഹിർ, ചെമ്പൻ വിനോദ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം നേടിയ സിനിമ കൂടിയാണ് പ്രാവീൺകുട് ഷാപ്പ്. നിലവിലിപ്പോൾ ഇതാ ചിത്രം ഒരാഴ്ച കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. ചിത്രത്തിന് ആദ്യ ദിവസം മുതലേ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളാണ് കിട്ടിയതെങ്കിൽ പോലും ചിത്രത്തിന്റെ കളക്ഷൻ ദിനം പ്രതി വളരെയധികം ഇടിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 9-ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 5 ലക്ഷം രൂപ മാത്രമാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ആദ്യ 9 ദിവസത്തെ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ 5 കോടിയിലേക്ക് എത്തപ്പെട്ടു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രത്തിന്റെ കളക്ഷൻ ഇന്നലത്തെ കളക്ഷനോടെ 10 കോടിയിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. അടുത്ത സിനിമ 2025 എന്ന ഈ വർഷം തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ ആദ്യത്തെ മലയാള സിനിമയാണല്ലോ ടോവിനോ തോമസ് നായകനെത്തിയ ഐഡന്റിറ്റി. അഖിൽ പോൾ, അനസ്കൻ എന്നിവരുടെ സംവിധാനത്തിൽ ടോവിനോ തോമസ്, തൃഷ, വിനയ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം നേടിയ സിനിമ കൂടിയാണ് ഐഡന്റിറ്റി. ഏറെക്കുറെ ഫൈനൽ റണ്ണിലേക്ക് എത്തപ്പെട്ട സിനിമ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തുവന്നിരിക്കുകയാണ്. അതുപ്രകാരം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം 8 കോടി 75 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അതേസമയം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം 11 കോടി 65 ലക്ഷവും ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. വിദേശ രാജ്യങ്ങളിൽ നിന്ന് മാത്രം ചിത്രം 5 കോടി 35 ലക്ഷവും ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. അങ്ങനെ ആകെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഐഡന്റിറ്റി എന്ന സിനിമ 17 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. നിലവിലത്തെ ബഡ്ജറ്റ് അനുസരിച്ച് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ പരാജയം തന്നെയാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.